അപ്പൊ അതിന്റെ പിന്നിൽ എന്താ രഹസ്യം? ഇത് എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. കുറെ കാര്യങ്ങളുണ്ട്. ഈ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഹാപ്പിനെസ്, അതുപോലുള്ള കുറെ കറക്ക് കമ്പനികൾ ഗോവിന്ദ മാഷ് ചുറ്റിക്കൊണ്ട് ഉപജാപങ്ങളുണ്ട്. ഗോവിന്ദ മാഷ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വെച്ച് നടക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഉപജാപക സംഘമുണ്ട്. ഈ നാട്ടുകാർക്കറിയാം. പിണറായി ഒരു കരുത്തനായ നേതാവായിരുന്നു. ഇത്തരം പ്രവർത്തകർക്കെതിരെ നിൽക്കുന്ന ആളാ. പക്ഷേ ഞാൻ പലപ്പോഴും ഈ പിണറായിക്ക് എന്ത് പറ്റി, എന്തുകൊണ്ട് ഈ ദൗർബല്യം പിണറായിക്കുണ്ടായി? പച്ചക്കള്ളെന്നു പറയാം. കാരണം പി കെ ശ്യാമള സെക്രട്ടേറിയറ്റിൽ ഇല്ലല്ലോ. സെക്രട്ടേറിയറ്റിൽ ഈ കാര്യങ്ങൾ വന്നപ്പോ ഇവർ ആദ്യം തന്നെ കൊണ്ടുവന്നത് ഈ തളിപ്പറമ്പ് മണ്ഡലം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ മത്സരിപ്പിക്കണം, അത് ശ്യാമളയായിരിക്കണം. അപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ പറഞ്ഞു, സ്ത്രീ വേണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സുകന്യായിക്കൂടാ? ആ ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. ഞാൻ എന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം പോയി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പറയുന്നു പറഞ്ഞവർ ഇവിടുന്ന് പാർട്ടിയെ കബളിപ്പിച്ചിട്ട് ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി ഒറ്റ നിർദ്ദേശമായിട്ടാണ് ഈ ടീച്ചർ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവരെന്ത് ചെയ്തു? എന്റെ കുടുംബത്തിൽ കലഹമുണ്ടാക്കാൻ, കുടുംബത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. എം വി ജയരാജൻ പറഞ്ഞു, കുടുംബത്തിൽ ഒരാളും മാഷ കൂടെ ഇല്ല എന്നാണ് എം വി ജയരാജൻ പ്രസംഗിച്ചത്. നമസ്കാരം. പാർട്ടിയേക്കാൾ വലുതാകുന്നു പലപ്പോഴും വ്യക്തികൾ. CPM-നകത്ത് ഇപ്പോൾ ഇത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് 60 വർഷം CPM-ൽ പ്രവർത്തിച്ച് പിന്നീട് CPM-ൽ നിന്നും പുറത്താക്കപ്പെട്ട തളിപ്പറമ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന TK ഗോവിന്ദൻ പറയുന്നത്. ഇവിടെ പാർട്ടി താല്പര്യങ്ങൾക്കുപരിയായി വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ചില ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. തളിപ്പറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വേണം എന്നുള്ളത് അവർ തന്നെ ആദ്യം തീരുമാനിക്കുന്നു. അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ ഭാര്യയാണ് PK ശ്യാമൾ ടീച്ചർ. തളിപ്പറമ്പിലെ CPM-ന്റെ സ്ഥാനാർത്ഥി അവരാണ്. തളിപ്പറമ്പിൽ നിന്ന് 3 തവണ തുടർച്ചയായി ജയിച്ച ആളാണ് MV ഗോവിന്ദൻ. എനിക്ക് ശേഷം എൻ്റെ ഭാര്യ പിൻഗാമിയാകണം എന്നുള്ളതാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ ഏറ്റവും വലിയ താല്പര്യം. ആ താല്പര്യങ്ങൾക്കും ചില കാര്യങ്ങളുണ്ട്. കാരണം CPM-ലെ ചില ഉപജാപക സംഘങ്ങൾക്ക് വേണ്ടിയാണ് ഗോവിന്ദൻ മാസ്റ്റർ പലപ്പോഴും നിലകൊണ്ടിട്ടുള്ളത്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ കൃത്യമായി കാര്യങ്ങളും കണക്കുകളും നിയന്ത്രിച്ചിരുന്നത് ഈ ഉപജാപക സംഘങ്ങളാണ്. ഗോവിന്ദൻ മാഷിന് ചുറ്റുമുള്ള ഈ ഉപജാപക സംഘങ്ങൾ വരുത്തിവെച്ച പല കാര്യങ്ങളും പിന്നീട് കേരളം ചർച്ച ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി, അത്തരം ഗൗരവതരമായ രഹസ്യങ്ങൾ പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി ഇതെന്റെ കൈപ്പിടിയിൽ തന്നെ ഒതുങ്ങണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്ററിന്റെ ഭാര്യ PK ശ്യാമളയെ പാർട്ടിയുടെ അവഗണന കണക്കിലെടുക്കാതെ, അല്ലെങ്കിൽ പാർട്ടിയുടെ നീരസം കണക്കിലെടുക്കാതെ PK ശ്യാമളയെ തളിപ്പറമ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായി കെട്ടിയിറക്കിയത് എന്നാണ് TK ഗോവിന്ദൻ മാധ്യമങ്ങളോട് തുറന്നടിച്ചത്. ഞാനൊരിക്കലും പാർട്ടിക്കെതിരല്ല, പാർട്ടിയുടെ ആദർശങ്ങൾക്കെതിരല്ല. എന്നാൽ പാർട്ടിയിലെ ആദർശങ്ങൾക്ക് നയവ്യതിയാനം വരുന്നു എന്ന് പറയുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ എനിക്കാകുന്നില്ല. 60 വർഷം പാർട്ടിയിൽ പ്രവർത്തിച്ച എനിക്ക് അതുകൊണ്ട് തന്നെ വളരെ ലജ്ജയോടുകൂടി, നാണത്തോടുകൂടി, സങ്കടത്തോടുകൂടി പുറത്തു പോകേണ്ടി വരുന്നു. ഞാൻ പാർട്ടിക്കകത്ത് പൊരുതി പരാജയപ്പെട്ട ഒരു സഖാവാണ്. ഇത് തന്നെയാണ് താൻ തൻ്റെ സഖാക്കളോടും പറയുന്നത് എന്നാണ് TK ഗോവിന്ദൻ പറഞ്ഞത്. പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ നടക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്തിനാണ് പിണറായി വിജയൻ കൂട്ടുനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത്തരം ദൗർബല്യങ്ങൾ ഇല്ലാത്ത ആളായിരുന്നു പിണറായി. എന്നാൽ പിണറായിക്കും ഇപ്പോൾ ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇത് തുറന്നു കാണിക്കേണ്ടത് തന്നെയാണ്. TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ എന്താണ് സംഭവിക്കുന്നത്, CPM-ന് എന്താണ് സംഭവിക്കുന്നത്, പാർട്ടി എന്നതിലുപരി വ്യക്തികൾ പാർട്ടിക്ക് മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ CPM-ന് ഉണ്ടായിരിക്കുന്ന അപജയങ്ങൾ തന്നെയാണ് ഇന്ന് ഈ പാർട്ടിയെ പടുകുഴിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് എൻ്റെ പോരാട്ടം എന്നാണ് TK ഗോവിന്ദൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചത്. പിണറായി വിജയനും MV ഗോവിന്ദനും PK ശ്യാമളയ്ക്കും എതിരായി TK ഗോവിന്ദൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പാർട്ടിക്ക് ഒരിക്കലും ഞാൻ എതിരല്ല. പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു മനസ്സില്ല. പാർട്ടി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല. ഈ പാർട്ടിയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മുതൽ ബൂത്ത് പാർട്ടി കമ്മിറ്റി വരെ ഒരാളും അംഗീകരിക്കാത്ത സ്ഥാനാർത്ഥി എങ്ങനെ പാർട്ടി സ്ഥാനാർത്ഥിയാവും? എന്റെ ചോദ്യം. അതിനാണ് അവർ ഉത്തരം പറയേണ്ടത്. TK ഗോവിന്ദൻ പോലും ഒരു കമ്മിറ്റിയിലും ഈ പാർട്ടി സ്ഥാനാർത്ഥി എതിർത്തില്ല എന്നാണ് PK ശ്യാമള പറയുന്നത്. പച്ചക്കള്ളെന്നു പറയാം. കാരണം PK ശ്യാമള സെക്രട്ടേറിയറ്റിൽ ഇല്ലല്ലോ. സെക്രട്ടേറിയറ്റിൽ ഈ കാര്യങ്ങൾ വന്നപ്പോ ഇവർ ആദ്യം തന്നെ കൊണ്ടുവന്നത് ഈ തളിപ്പറമ്പ് മണ്ഡലം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ മത്സരിപ്പിക്കണം, അത് ശ്യാമളയായിരിക്കണം. അപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ പറഞ്ഞു, സ്ത്രീ വേണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സുകന്യായിക്കൂടാ? ആ ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ.
ഞാൻ എന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം പോയി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പറയുമെന്ന് പറഞ്ഞവർ ഇവിടുന്ന് പാർട്ടിയെ കബളിപ്പിച്ചിട്ട് ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി ഒറ്റ നിർദ്ദേശമായിട്ടാണ് ഈ ടീച്ചർ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. എതിർപ്പ് മുകളിൽ അറിയിച്ചില്ല. മുകളിൽ അറിയിച്ചില്ല. പക്ഷെ ഇപ്പൊ പിണറായി ഭയങ്കരമായി ന്യായീകരിച്ചല്ലോ ഈ സ്ഥാനാർത്ഥത്തെ. പിണറായി ഒരു കരുത്തനായ നേതാവായിരുന്നു. ഇത്തരം പ്രവർത്തകർക്കെതിരെ നിൽക്കുന്ന ആളാ. പക്ഷേ ഞാൻ പലപ്പോഴും ഈ പിണറായിക്ക് എന്ത് പറ്റി, എന്തുകൊണ്ട് ഈ ദൗർബല്യം പിണറായിക്കുണ്ടായി? ഈ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചതിന് ശേഷം പി കെ ശ്യാമള ശ്രീ ടി കെ ഗോവിന്ദന്റെ വീട്ടിൽ വന്നിരുന്നു. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധമുണ്ടായി. താങ്കളെ നേരിട്ട് കണ്ടില്ലെന്നേ ഉള്ളൂ. കുടുംബാംഗങ്ങളും അവർക്കൊപ്പമാണ്. ഒരു തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പമോ നീരസമോ താങ്കളോ കുടുംബാംഗങ്ങളോ ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ലെന്നാണ്. ഇല്ല, ഞാൻ വരുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. അവർ വീട്ടിൽ വന്നിരുന്നു പറഞ്ഞു. സ്വാഭാവികമായിട്ടും അവർക്ക് വീട്ടിൽ വരാം. ഒരു കാൻഡിഡേറ്റ് ആണ്, മാത്രമല്ല പാർട്ടിയുടെ പ്രവർത്തകന്മാരാണ് എൻ്റെ വീട്ടുകാരൊക്കെ. സ്വാഭാവികമായിട്ട് വരാൻ അങ്ങനെ വന്നിരുന്നു. പക്ഷെ പ്രകടിപ്പിച്ചില്ല എന്ന് പറയാൻ, വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥി വരുമ്പം പ്രകടിപ്പിക്കോ? പക്ഷെ അവരെന്ത് ചെയ്തു? എന്റെ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാൻ, കുടുംബത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. എം വി ജയരാജൻ പറഞ്ഞു കുടുംബത്തിൽ ഒരാളും മാഷ കൂടെ ഇല്ല എന്നാണ് എം വി ജയരാജൻ പ്രസംഗിച്ചത്. എന്റെ ഭാര്യ യഥാർത്ഥത്തിൽ ഈ മണ്ഡലം കമ്മിറ്റി മെമ്പറും ഏരിയ കമ്മിറ്റി മെമ്പറുമാണ്. അങ്ങനെയുള്ള ഒരാള് സ്വാഭാവികമായിട്ട് പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി നിൽക്കേണ്ടതില്ല എന്ന നില വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ആരോപണം വന്നത്. അപ്പൊ അങ്ങനെയാണ് ഇന്നലെ ഭാര്യ എന്ത് ചെയ്തു? അവൾ ഇന്നലെ മണ്ഡല കൺവെൻഷനകത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ എന്റെ ഭർത്താവിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്, കുടുംബ കലഹം, കുടുംബത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഈ പിന്നെ ഭർത്താവിനെ ഇങ്ങനെ ഒരു അപകടത്തിൽ വരുമ്പോൾ സ്വാഭാവികം സമരത്തിന്റെ കൂടെ നിൽക്കുന്ന എന്റെ ബാധ്യതയാണ്, ഞാൻ അതുകൊണ്ട് വന്നിരിക്കുന്നു. അങ്ങനെ വ്യക്തിയും പാർട്ടിയും തമ്മിലൊരു താല്പര്യം രണ്ട് ദിശയിൽ വന്നാൽ പാർട്ടിക്കൊപ്പം നിൽക്കുകയാണ് ഉചിതമെന്നാണ് അതിന് പി കെ ശ്യാമള പറഞ്ഞത്. അതെ, വ്യക്തി താല്പര്യം ആർക്കാണ്? ഇവിടെയാണ് പ്രശ്നം. വാചകങ്ങൾ ഉപയോഗിച്ച് വ്യക്തി താല്പര്യം ആർക്കാണ്? എനക്കാണോ, പാർട്ടിക്കാണോ, അതോ എം വി ഗോവിന്ദ മാഷക്കാണോ, അല്ല ഈ സ്ഥാനാർത്ഥിക്കാണോ? ആർക്കാ വ്യക്തി താല്പര്യം? പിന്നെ ടീച്ചറെ പാരമ്പര്യത്തെക്കുറിച്ച് വാഴ്ത്തുപാട്ടുകാർ ഇറങ്ങിയിട്ടുണ്ട്. ടീച്ചറെ പാരമ്പര്യത്തിൽ വാഴ്ത്തുപാട്ടാ. ഇത്ര ഗതികേടി പാർട്ടിക്ക് വരാൻ പാടുണ്ടോ? എം വി ജയരാജൻ എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ശ്യാമള ടീച്ചർ ജീവചരിത്രം എഴുതുന്നത്. ഇത് നാണക്കേട് എന്നല്ലാണ്ട് ഇതിനെന്താ പറയാ? എന്നിട്ട് ഇങ്ങനെ ഓരോരാളും പോലത്തെ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇന്ന് കണ്ടറിയില്ല, ഇന്ന് ശ്യാമള ടീച്ചറും ശ്രീമതി ടീച്ചറും മൂന്ന് ടീച്ചർമാരും ശൈലജ ടീച്ചർ പേരാവൂര് വെള്ളം കുടിക്കാൻ ടീച്ചർ. ആ ടീച്ചറെ അവിടെ സഹായിക്കാനല്ല പാർട്ടി നേതൃത്വം. പാർട്ടി നേതൃത്വം ആകെ കേന്ദ്രീകരിക്കുന്നത് എവിടെയാ? തളിപ്പറമ്പിൽ. രണ്ട് പ്രധാന നേതാക്കന്മാർക്ക് ചുമതലയാ. എല്ലാ നേതൃത്വവും ഇവിടെ വരികയാണ്, എല്ലാവിധ ആളുകളെയും കേന്ദ്രീകരിക്കുകയാണ്. ഗോവിന്ദ മാഷിന്റെ വീട് വിടാൻ തന്നെ കയറുക, ഓരോ ബ്രാഞ്ച് സെക്രട്ടറിനെ വിളിക്കുക, എന്നിട്ട് ഓരോരാളെ കാണാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളാളെ എന്തിനീ വേവിലാതി? പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രത്തില് പാർട്ടിയുടെ നേതാവ് എതിർദിശയിൽ വന്ന് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ജാഗ്രത പാലിക്കത്തില്ലേ? അത് ഭാര്യയായതുകൊണ്ടാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. അല്ല, അതങ്ങനെ ഉണ്ടാവും. പക്ഷേ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താ? പാർട്ടി കേന്ദ്ര കമ്മിറ്റി മെമ്പർ മത്സരിക്കുന്ന സ്ഥലമാണ് ഇവിടെ പേരാവൂര്. അതും ആരോടാ മത്സരിക്കുന്നത്? എന്നെ പോലെ തന്നെ ഒരു ചെറു ആളോടല്ല, KPCC പ്രസിഡന്റോടാണ്. ഇവിടെ ഞാൻ തോറ്റുപോലും ജയിച്ചോലും ഇവിടെ വലിയ രാഷ്ട്രീയ ഗോളിലൊക്കെ ഒന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ പിന്നിൽ എന്താ രഹസ്യം? ഇത് എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. കുറെ കാര്യങ്ങളുണ്ട്. ഈ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഹാപ്പിനെസ്, അതുപോലുള്ള കുറെ കറക്ക് കമ്പനികൾ ഗോവിന്ദമാഷ് ചുറ്റിക്കൊണ്ട് ഉപജാപങ്ങളുണ്ട്. ആ ഉപജാപങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പിന്നീട് പറയാം. അതെല്ലാം പറയേണ്ട കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. എം വി ഗോവിന്ദൻ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നപ്പോഴത്തെ കാലത്തെ രഹസ്യങ്ങളാണോ ഉദ്ദേശിച്ചത്, അതോ ശ്യാമള ടീച്ചർ? ഈ ഉപജാപ സംഘം നടത്തുന്ന പ്രവർത്തനം ഗോവിന്ദ മാഷ ഉപയോഗിച്ചുകൊണ്ട് ആ ഇവിടെ വെച്ച് നടക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഉപജാപക സംഘമുണ്ട്. ഈ നാട്ടുകാർക്കറിയാം, പാർട്ടിക്കറിയാം. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒരു ഉപജാപക സംഘത്തിന്റെ തടവിലാണെന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ പറ്റുമോ? തീർച്ചയായും അങ്ങനെ പാടില്ല. അതാണ് ഇപ്പൊ നടക്കുന്നത്. ഈ വികസന പ്രവർത്തകർ തന്നെ ഇപ്പോ തളിപ്പ മണ്ഡലത്തിൽ 2200 കോടിയുടെ വികസന പ്രവർത്തനം നടക്കുന്ന പ്രചരിപ്പിക്കുന്നത്. എവിടേക്കാണുള്ളത്? അപ്പൊ ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനം എന്ന് പറയുന്നത് നാടിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി മാത്രമല്ല, ഈ കോക്കസിന്റെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റ് താല്പര്യത്തിന് വേണ്ടിയാണ് അയാൾ ഈ വികസന പ്രവർത്തനം. ഞാൻ ഇന്ന് മുൻ MLA ജെയിംസ് മാത്യുവിനെ കണ്ടിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഒരു മാധ്യമത്തോട് സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, പാർട്ടി പ്രവർത്തകർക്ക് ആശയക്കുഴപ്പമല്ല, കടുത്ത വേദനയും നിരാശയും ഉണ്ടായി. പാർലമെന്ററി വ്യാമോഹം മാത്രമല്ല, പാർട്ടിയുടെ സംഘടനാ ദൗർബല്യങ്ങളും ഇത്തരം താങ്കളെ പോലുള്ള നേതാക്കളുടെ വിട്ടുപോക്കിന് പിന്നിലുണ്ട് എന്നാണ്. എന്ത് തോന്നുന്നു ജെയിംസ് മാത്യുവിന്റെ അഭിപ്രായം കേട്ടത്? ജെയിംസ് മാത്യുവിന്റെ അദ്ദേഹത്തിന്റെ അഭിപ്രായം സംഘടനാ ദൗർബല്യങ്ങളൊക്കെ കാരണം ഒരാൾ പോലും ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നത് സംഘടനക്ക് ദോഷം ചെയ്യും. ഇപ്പോൾ G സുധാകരൻ പോയി,
ഇപ്പോൾ എനിക്ക് പോകേണ്ടി വന്നു, കുഞ്ഞികൃഷ്ണൻ പോയി. എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ പൊതുവെ നിങ്ങളോട് പറയും. ഞാൻ പരാജയപ്പെട്ടു സഹാക്കളെ. 60 കൊല്ലം ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച എനിക്ക് നിങ്ങൾ പിരിഞ്ഞ് ഇനി പോകുന്ന ഘട്ടത്തിൽ ഒരു ദിവസം പറയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവിടെ നടക്കുമ്പം ഒന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ എന്ത് നേതാവാണെന്ന് എന്നോട് ചിലപ്പോൾ ചോദിക്കും. അതിനെന്റെ മറുപടി ഉണ്ട്. സഹാക്കളെ, ഞാൻ പൊരുതി, എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അത് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തിരുത്തിക്കണം. താങ്കൾക്കൊപ്പം വന്ന നേതാക്കൾ എന്ന് പറയാൻ അധികം ആളുകളില്ല. താങ്കൾ ഒറ്റയ്ക്ക് ഇറങ്ങി വന്നു, അപൂർവ ആളുകളേ ഉള്ളൂ. പക്ഷേ അകത്ത് നിൽക്കുന്നവരെല്ലാം ഒരു ആശയ വ്യക്തതയോടെ പുകഞ്ഞ പുള്ളി പുറത്തുനിന്ന് കരുതി നിൽക്കുന്നവരാണോ? അകത്ത് നിൽക്കുന്നവരുടെ പിന്തുണ താങ്കൾക്കുണ്ട്? പാർട്ടി മെമ്പർമാരാകട്ടെ, ലോക്കൽ കമ്മിറ്റി മെമ്പർമാരാകട്ടെ, ആ സഹാക്കളുടെ എല്ലാം മനസ്സ് വേദന കൊണ്ട് പൊളയുന്നുണ്ട്. ആ പ്രതിഷേധം എനിക്ക് അവർ വോട്ട് ചെയ്യും എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. എന്തായാലും മത്സരിക്കുന്ന ജയിക്കാൻ വേണ്ടിയാണ്. ജയിച്ചില്ലെങ്കിൽ അല്ല, തെരഞ്ഞെടുപ്പല്ലേ, ജയിക്കാൻ പരാജയപ്പെടും. ജയിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഞാൻ പൊതുപ്രവർത്തനത്തിനുണ്ടാവും. ഞാൻ സ്വീകരിച്ച നിലപാടിനോട് ഉള്ളിന്റെ ഉള്ളിൽ ജനങ്ങളാകെ ആ നിലപാടിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത്ര ഒരു നിലപാട്, എതിരായ ഒരു നിലപാട് എൻ്റെ അടുത്ത് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.